മീനോടെ സ്പോട്ട് ചെയ്തായിരുന്നു, പക്ഷേ നമ്മൾ ട്രൈ ചെയ്തിട്ട് അവനെ കിട്ടിയില്ല. ഇവിടെ ഫുൾ ആമ്പലാണ്, നല്ല രസമുണ്ട്. നല്ലൊരു സ്പോട്ടിൽ അടിപൊളി ഒരു വീട് കാണാം നമുക്ക് നല്ല ലുക്കിൽ. ഇതാണ് നമ്മുടെ ഫ്രോഗ് ഇട്ടിരിക്കുന്നത്. ഇന്ന് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗ്. നല്ല റിസൾട്ട് ഉണ്ട്. ഒരു നല്ല ആക്ഷനും പരിപാടികളും എല്ലാം ഭയങ്കര രസമാണ്. ഇതിൻ്റെ വരവ് ഞാൻ കാണിച്ചു തരാം. നൈസാണ് കേട്ടോ. ഏറ്റവും പഠിച്ചുകൊണ്ടാണ് നമ്മുടെ വൈകിട്ട് ഹാപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഷാപ്പിൽ നിന്ന് കഞ്ഞി കുടിക്കുന്നു. ഇങ്ങനെയുണ്ട് ബീഫും കഞ്ഞി. ഗായ്സ്, നമ്മുടെ ചൂണ്ട ഉടക്കിയിരിക്കുകയാണ്. ഒരു സമയം ഇപ്പോൾ ഒരു 5 മണിയായിട്ടുണ്ട്. വിളിച്ചപ്പോഴും ഓടി വന്ന് എൻ്റെ അടുത്ത് നോക്കി. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സൺസെറ്റാണ്. ആദ്യമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗ് ഒരെണ്ണം മേടിച്ചിരുന്നു. ആ ഫ്രോഗ് നമുക്ക് നഷ്ടമായി. ഒരു സ്ട്രൈക്ക് മാത്രം അതിൽ കിട്ടിയുള്ളൂ. പക്ഷെ കിടില ഫ്രോഗായിരുന്നു. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു മന്തി കഴിച്ച് വൈകിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വിഷമം ഞങ്ങൾ മന്തിയിലൂടെ തരികയാണ്. കഴിച്ചു തുടങ്ങി വിഷമമുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം. എത്തിയിരിക്കുന്നത് കുറിച്ചിയിലാണ്. കുറിച്ചിയിൽ വന്നിരിക്കുന്നത് നമ്മൾ സ്നേക്ക് ഹെഡ് ഫിഷിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്ഥലം നല്ല ലൊക്കേഷൻ. അപ്പം എൻ്റെ കൂടെ ഇന്ന് പറയുകയാണ് ജസ്റ്റില്, പിന്നെ അനൂടി, ഇവന് വന്ന ഒരു ആർമി ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കൂടെ ഉള്ളത്. കുറെ കാലം നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ടപ്പം കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഞാനും ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇറങ്ങി ചൂണ്ടിട്ടാക്കെന്ന് വിചാരിച്ചു. നേരം പൂക്കും കൂടാണ് സമയമൊക്കെ. തീർച്ചയായും വിഷ്ണു, പിന്നെ എൻ്റെ ചേട്ടനെ എബി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് പരിപാടികൾ നമ്മൾ ഈ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു മേടിച്ചിട്ടുണ്ട്. ഇതാണ് സാധനം വരുന്നത്. ഇന്തോനേഷ്യൻ മെയ്ഡാണ്. ഇതാണ് സാധനം. നല്ലൊരു ലിസാർഡിൻ്റെ ഒരു ഹെഡ് വരുന്ന ടൈപ്പ് ഒരു ഫ്രോഗാണ്. അപ്പോൾ അതിൽ 2 സ്പിന്നർ വരുന്നുണ്ട്. ഒരു സിവിലിൻ്റെ 2 സ്പിന്നർ സിവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞത് റൈറ്റ് ഒരു വഴി കയറി പോയാൽ കായലിൽ അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മൾ ആ സ്പോട്ടിലോട്ട് പോകണം. ഇന്നലെ മണിയിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് മീനോടെ സ്പോട്ട് ചെയ്തായിരുന്നു, പക്ഷേ നമ്മൾ ട്രൈ ചെയ്തിട്ട് അവനെ കിട്ടിയില്ല. നമുക്ക് ചെറിയ കുറച്ച് മീൻ കിട്ടിയുള്ളൂ. കിട്ടിയാ മീനെ കിട്ടിയാ? ഏതായത് ഓൾറെഡി നമുക്ക് സമയം 10:57. നൈസ്. ഇവിടെ കയറി ഗൈസ്, ഇതിലൊരു വെറൈറ്റി കോട്ടുണ്ട് നമുക്ക്. ഇവിടെ ഫുൾ ആമ്പലാണ്, നല്ല രസമുണ്ട്. നല്ലൊരു സ്പോട്ടിൽ അടിപൊളി ഒരു വീട് കാണാം നമുക്ക് നല്ല ലുക്കിൽ. സ്പോട്ട് ഫിക്സ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിലുള്ള സമയത്താണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ ഇപ്പം മീൻ എയർ എടുക്കുന്നത് ഒന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലേ കാണുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാന്നുള്ള വൈബിൽ നിൽക്കുകയാണ്. അടുത്ത സ്പോട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. മല്ലഞ്ചി ഒരു ഹായ് പറയോ? അതിലടുത്ത് മീൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ ഇതിൻ്റെ വരവ് ഞാൻ കാണിച്ചു തരാം. നൈസാണ് കേട്ടോ. ഇത് ഒന്ന് കാശ് ചുമ്മാ നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് പെലാജിക് ഡ്രൈവിൻ്റെ റോഡും ഷിമാനോ 4000 FXൻ്റെ റീലുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രോഗ്. ഇതാണ് നമ്മുടെ ഫ്രോഗ് ഇട്ടിരിക്കുന്നത്. ഇന്ന് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗ്. നല്ല റിസൾട്ട് ഉണ്ട്. ഒരു നല്ല ആക്ഷനും പരിപാടികളും എല്ലാം ഭയങ്കര രസമാണ് ഇതിൻ്റെ. പിന്നെ ഇത് നല്ല ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്. റോഡ് ഇടുന്നുണ്ട്, അനുവാണ് ഇടുന്നത്. ചെറിയൊരു സ്ട്രൈക്ക് അടിച്ചായിരുന്നു ഒരു കുഞ്ഞു മീന്. നമ്മൾ അറ്റത്ത് വേമിൻ്റെ ബെയ്റ്റ് ആയിട്ടേക്കുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു വേമാണ്. ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി ചൂണ്ടയിടൽ പരിപാടികൾ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള വഴിയിലൊക്കെ ഞങ്ങളിവിടെ ഒരു ഷാപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചൂണ്ടയിടാനുള്ള വഴിയിൽ ഹാപ്പിലോട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി വന്നിട്ടുണ്ട്. ഇവിടെ ചപ്പാത്തിയും നല്ല ബീഫും കിട്ടിയിട്ടുണ്ട്. ഒരു വാളക്കറി നമ്മൾ പറയുന്നുണ്ട്. ചേട്ടൻ ഞങ്ങൾക്ക് ചോറൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്.
ഷാപ്പിൽ നിന്ന് കഞ്ഞി കുടിക്കുന്നു. ഇങ്ങനെയുണ്ട് ബീഫും കഞ്ഞി വൈബ് സാധനമാണ്. എല്ലാവരും സ്കൂള് വിട്ട് തന്നെ പോകുന്നതാ. ഗായ്സ്, നമ്മുടെ ചൂണ്ട ഉടക്കിയിരിക്കുകയാണ്. പിന്നെ ഉള്ളൊരു സന്തോഷ വാർത്ത, നമ്മൾ ആദ്യം മേടിച്ച ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു മാരക ഫ്രോഗാന്ന് പറയുന്ന സാധനം നമ്മുടെ ഉടക്കിപ്പോയി. അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ അതേ അടുത്ത നമ്മുടെ ലൂർ, അതായത് റോഡിൻ്റെ ആ സാധനം ഉടക്കിയിരിക്കുകയാണ്. അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു മോട്ടോർ പെര ആണെന്ന് പറഞ്ഞാണ് നമ്മുടെ മെയിൻ കൺട്രാക്ടർ ജസ്റ്റിൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കൊള്ളാം, മനോഹരമായൊരു സ്ഥലം. അതിനടുത്ത് നല്ലൊരു വീടുണ്ട്. ഇവിടെ സാധാരണക്കാർ കുറച്ച് ആൾക്കാരുണ്ട്. ഇതാണ് സ്ഥലം. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ വന്ന് നിട്ടുകൊണ്ടിരിക്കുകയാണ്. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഒരു സമയം ഇപ്പോൾ ഒരു 5 മണിയായിട്ടുണ്ട്. 5 മണി വരെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട് കാണിക്കാൻ വളരെ മനോഹരമായൊരു വീട്. ഇതേപോലെ പുഞ്ചപ്പാടങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്ത് ഈ വീടിരിക്കുന്ന പൊസിഷൻ നോക്കിയാൽ ഭയങ്കര രസമുണ്ട് കാണാൻ. നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു പട്ടിക്കുട്ടനെ അടുത്ത് നിൽക്കുന്നത് അത് നല്ല രസമാണ് കാണാൻ. അതൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ. കക്കടൂ. ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്. ചില ഫെർമോണുകളുടെ കഴിവ് മൂലം പട്ടികളെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് പട്ടി പെട്ടെന്ന് എത്തും എന്നാണ്. കണ്ട, നമ്മൾ പെട്ടെന്ന് ഒരു പട്ടിയെ തൊടാൻ പാടില്ല. കാരണം അത് എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. ചാർലി, എന്നെ ഞാൻ ചാർലി എന്ന് വിളിക്കാം. ഞാൻ മേടിക്കാൻ പോകുന്ന പട്ടിക്ക് ഇടാൻ പോകുന്നൊരു പേരുണ്ട്, നോവ. വിളിച്ചപ്പോഴും ഓടി വന്ന് എൻ്റെ അടുത്ത് നോക്കി. അയ്യോടാ ഒന്ന് നിൽക്കുന്ന കേട്ടോ. ഞാൻ വിളിച്ചപ്പോഴേ ചെക്കൻ ഓടി എത്തി. അയ്യാ, എന്നെ കടിക്കല്ലേ. പാവം. അടിപൊളി ഒരു സ്പോട്ടാണിത്. വെള്ളമൊക്കെ കിടക്കുന്നത് നൈസാണ്. കൊള്ളാൻ വളരെ നല്ലൊരു സ്ഥലമാണിത്. നല്ല സ്പോട്ടാണ്. നല്ലൊരു വെള്ളമൊക്കെ ഉണ്ട് ബാക്കിൽ. കറുത്ത് നല്ലൊരു ആൾക്കാരും. വളരെ അടിപൊളി ഒരു പാലം കണ്ടോ. ഈ പാലത്തിലാണ് നിൽക്കുന്നത്. നൈസ് പ്ലേസാണ്. നോക്കട്ടെ, 5 മണി സമയം കഴിഞ്ഞ സമയമാണ്. എന്തായാലും കിട്ടാതിരിക്കില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഈ വയ്യാത്തന്നെ ജസ്റ്റിനാണ് വിളിച്ചോട്ടോ. അതെ, ഇവിടെ നോക്കൂ. അവിടെ എന്താ വെട്ടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ 2 ചൂണ്ടക്കാരെ ഇപ്പോൾ ഇവിടെ കണ്ടായിരുന്നു. അപ്പോൾ അവർ സ്പൂൺ അറിയാൻ പറഞ്ഞു. അവർക്ക് 2 എന്താണ്, ഏത് മീനാണ് അവർക്ക് കിട്ടിയ? വാളയോ? 2 വാള കിട്ടിയിട്ടുണ്ട് ഹുക്കപ്പ് ചെയ്തവന്മാർ. അപ്പോൾ അവർ മടുത്ത് പോയി. ഇപ്പോൾ ഞങ്ങൾ ഒന്ന് കാസ്റ്റ് ചെയ്യാനുള്ള പരിശ്രമം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളൊരു സൺസെറ്റാണ്. കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചൂണ്ടടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മാക്സിമം സ്പോട്ട് നമ്മൾ തിരഞ്ഞു പിടിച്ച് അവിടെ എല്ലാം പോയി നമ്മൾ കാസ്റ്റ് ചെയ്തു. നമ്മൾ റാഡ് എറിഞ്ഞു. അതുകൂടെ തന്നെ ഒരിടത്ത് നമ്മൾ സാധാരണ കോൾറാഡ് ഇട്ടു. അതുപോലെ തന്നെ ഒരിടത്ത് നമ്മൾ ഏറിച്ചൂണ്ട് എറിഞ്ഞു. പക്ഷെ നല്ല മീൻ ഫിഷുള്ള സമയം ഇതായിരുന്നു. പക്ഷെ എന്തോ നമുക്കിന്ന് നല്ല ഒരു ദിവസമല്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗ് ഒരെണ്ണം മേടിച്ചിരുന്നു. ആ ഫ്രോഗ് നമുക്ക് നഷ്ടമായി. ഒരു സ്ട്രൈക്ക് മാത്രം അതിൽ കിട്ടിയുള്ളൂ. പക്ഷെ കിടില ഫ്രോഗായിരുന്നു. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം ആ സാധനം. അങ്ങനെ കുറേ നഷ്ടങ്ങളും ഉണ്ടായി. പക്ഷെ എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പം മീൻപിടുത്തം എന്ന് പറഞ്ഞ സത്യമാണ്. റിയലായിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും നമുക്ക് ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ പോയിടത്തൊക്കെ നമുക്ക് നല്ല ഇത് കിട്ടുന്നുണ്ട്. സ്റ്റാർട്ട് പോകണം. അപ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ബിഗ് ഒരു ഫിഷിനെ നമ്മൾ ക്യാച്ച് ചെയ്യുന്നതായിരിക്കും. തന്നെ നല്ലൊരു ഫ്രോഗ് മേടിച്ചിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു മന്തി കഴിച്ച് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങളുടെ വിഷമം ഞങ്ങൾ മന്തിയിലൂടെ തരുകയാണ്. ഇവിടെ കഴിച്ചു തുടങ്ങി വിഷമമുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.